അവരുടെ ദ്രോഹിക്കുക, അതാ ചെയ്തിരിക്കുന്നത്. ശരിക്കും അവനെ കൊന്നതാണ്. കരയാറാണ് പതിവ്. ഞങ്ങളുടെ അവിടെ വന്നിട്ട് അമ്മായിമ്മ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എപ്പോഴും കരയും. എന്നിട്ട് ഞങ്ങൾ പറയും ഡി കുഴപ്പമില്ലടി, ശരിയാവും, പോകെ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ നീ അത് ശീലമായിക്കോളും എന്നൊക്കെ ഞങ്ങൾ പറയും. ഒരു പെൺകുട്ടി ഒരു പക്ഷേ അവളുടെ ലൈഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കുകളായിരിക്കും ക്ഷമിക്കുക, സഹിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ഒരു പ്രശ്നം വരുമ്പം കാര്യം എന്താണെന്ന് ചോദിക്കുന്നതിന്റെ മുന്നേ ആൾക്കാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പെൺകുട്ടികളെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പഠിക്കണം എന്നുള്ളത്. ആരെയും കുറ്റമൊന്നും പറയല്ല. പക്ഷേ ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒക്കെ വിക്ടിംസ് പലപ്പോഴും ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയോ? ഇവിടുന്ന് ഇറങ്ങിയാൽ സമാധാനമായിട്ട് കയറി ചെല്ലാനുള്ളൊരു സ്പേസോ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള റിസോഴ്സോ അവർക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. ഒരിക്കലും ഇതുപോലുള്ളൊരു സ്പേസോ റിസോഴ്സോ നമ്മളവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അവരെ അനുവദിച്ചിട്ടുമില്ല. നമ്മൾ പലപ്പോഴും പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് നല്ല ഭാര്യ ആവാന്, മരുമോളാവാന്, അമ്മയാവാൻ, വീട്ടുകാരി ആവാനൊക്കെയാണ്. സ്വന്തമായിട്ട് ജീവിക്കാനോ അതിനുള്ള റിസോഴ്സുകൾ തേടാനോ അതിനുള്ള കഴിവ് ആർജിച്ചെടുക്കാനോ നമ്മൾ പലപ്പോഴും അവരെ അനുവദിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടോ ഇല്ല. പക്ഷെ ഇനിയെങ്കിലും നമ്മളത് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡന്റുകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും.